ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സാലഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. സവാള മാത്രമല്ല, ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, അതുപോലെ ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സാലഡായിട്ട് മാത്രമല്ല കേട്ടോ, ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഒരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് റോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. രാവിലെ ഒരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മുടെ കൂടെ കരുതാം. ചിലർക്ക് കടയിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാവുന്നതാണ്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ ഈ വെജിറ്റബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിയ മയോനൈസാണ്. ഇനി അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ക്യാഷ്യൂ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താനിട്ട് പിറ്റേ ദിവസം അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ. അതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പച്ചക്കറി എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകാണ്. അപ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. കുരുമുളകിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മയോനൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ടൊമാറ്റോ സോസാണ്. ഇതൊരു ജ്യൂസി ടേസ്റ്റ് തരും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്ത് ചപ്പാത്തിയിലോ ബ്രെഡിലോ ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിങ്ങനെ ഇളക്കി ചേർത്ത് ഇനി നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് വെജിറ്റേറിയൻ അല്ലാതെ നോൺ വെജ് എല്ലാം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പുഴുങ്ങിയെടുത്ത്, അതായത് ബോയിൽ ചെയ്ത് ചിക്കനോ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യേ, സബ്സ്ക്രൈബ് ചെയ്യണേ.